സാന്ദ്ര എന്ന് പറയുന്ന 17 വയസ്സുള്ള സുന്ദരി പെൺകുട്ടി. ഒരു ദിവസം ആ പെൺകുട്ടി വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിലാണ് പുറലോകം അറിയുന്നത്. പക്ഷേ ആ വീടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വലിയ ആകാശം മുട്ടയുള്ള മതിലാണ്. അത് മാത്രവുമല്ല, മനുഷ്യനെ പച്ചക്ക് തിന്നുന്ന റോഡ് വീലർ പോലെയുള്ള ഭീകര ജീവികളായ പട്ടികൾ. ഒരു മനുഷ്യനും അറിയത്തില്ല ആ വീടിനുള്ളിൽ എന്താ നടക്കുന്നതെന്നുള്ളത്, ആ വീട്ടിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്, ആ വീടിനുള്ള കാര്യങ്ങളൊന്നും ഒരാൾക്ക് പോലും പുറത്തുള്ളവർക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള സമയത്ത് ആകാംക്ഷയോട് ജനങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ആ പെൺകുട്ടി മരിച്ചു എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. പക്ഷേ എങ്ങനെയാണ് ആ പെൺകുട്ടി മരിച്ചത്, ആ വീടിനുള്ളിൽ എന്താണ് സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ആകാംക്ഷയോട് നിൽക്കുമ്പോഴാണ് ആ വലിയ മതിലിൻ്റെ മുകളിൽ ഒരു കൊച്ചു രൂപം പ്രത്യക്ഷപ്പെടുന്നത്. ആ പെൺകുട്ടിയുടെ അനുജനാണ്. അവൻ ആ മതിലിൻ്റെ പുറത്തേക്ക് എടുത്ത് ചാടി ആൾക്കാരോട് ആ ഞെട്ടിക്കുന്ന സത്യം പറയുകയാണ്. തൻ്റെ ചേച്ചിക്ക് എന്താണ് പറ്റിയത്, തൻ്റെ ചേച്ചി ആരാണ് കൊന്നതെന്ന് ആ ഞെട്ടിക്കുന്ന സത്യം കേട്ട് ആൾക്കാർ ഇങ്ങനെ ഒറ്റ നിൽപ്പായിരുന്നു. കാരണം പോലീസിന് വെല്ലുവിളി നിറഞ്ഞ ഒരു സംഭവമാണ് ആ വീടിനുള്ളിൽ നടന്നത്. കാരണം പുറലോകത്ത് ഉള്ളവർക്ക് അറിയത്തില്ല അവിടെ എന്താ നടക്കുന്നതെന്നുള്ള കാര്യം. അങ്ങനെ ആ പയ്യൻ്റെ വാക്കിലൂടെ ആ സത്യം പുറത്തെറിഞ്ഞു. എന്താണ് ആ സാന്ദ്രയ്ക്ക് സംഭവിച്ചത്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച സാന്ദ്ര വധക്കേസിൻ്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥനായ ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള SP ആയിട്ടുള്ള ശിവപ്രസാദ് പറയുന്നത്. ശിവപ്രസാദ് സാറ് ആ ഞെട്ടിക്കുന്ന സത്യം പറയാൻ പോവുകയാണ്. സാറേ, ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ആ കോളിളക്കം സൃഷ്ടിച്ച കേസൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ പയ്യന്മാരായിരുന്നു. സാന്ദ്ര എന്ന് പറയുന്ന ആ പെൺകുട്ടി ഇപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലോട്ട് കടന്നു പോവുകയാണ്. 17 വയസ്സുള്ള സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി അല്ലേ? അതെ. അപ്പം അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു ശിവപ്രസാദ് സാർ. കുറച്ച് വർഷം മുമ്പുള്ളതാണ്, 2005 ഞാനവിടെ CA ആയിരുന്നപ്പോഴുള്ള സംഭവമാണ്. അപ്പോൾ ഈ പറഞ്ഞു വെച്ചല്ലോ, കുട്ടി ഈ മതിലിന് വെളിയിൽ വന്നിട്ട് അവൻ പറയുന്ന കഥയെന്ന് പറയുന്നത് അതിനകത്ത് നിങ്ങളൊന്നും ആ സമയത്ത് എത്തിയിട്ടില്ല? ഇല്ലില്ല, എത്തിയിട്ടില്ല. നാട്ടുകാരെല്ലാം ചുറ്റും കൂടി നാട്ടുകാർക്കൊന്നും അകത്തോട്ട് കയറാൻ പറ്റില്ല. വലിയ പട്ടികൾ, 4 പട്ടികളുണ്ട്, റോഡ് വീലറിലെ 4 പട്ടികളുണ്ട്. പിന്നെ അത് കൂടാതെ മതില് ഒരു സബ് ജയിൽ പോലെ ഉയരത്തിലാണ്, ഹൈറ്റിലാണ്, ആർക്കും കയറാക്കത്തില്ല. അതിൻ്റെ ഗേറ്റ് ഒന്നും മറികടന്ന് ആർക്കും പോകാൻ പറ്റത്തില്ല. ഒരു പബ്ലിക് കോണ്ടാക്റ്റും അവിടെ ഇല്ല. പിന്നെ ചുറ്റുപാടും കുറേ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണുള്ളത്. അപ്പോൾ അകത്ത് എന്തൊക്കെയോ ബഹളങ്ങൾ നടക്കുന്നുണ്ട്, തീ പുകയുന്നുണ്ട്, പട്ടി കുരയ്ക്കുന്നുണ്ട്, കരച്ചിൽ കേൾക്കുന്നുണ്ട്, നിലവിളി എല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ എത്തി നോക്കാൻ പോലും ഒരു പഴുതുമില്ല അതിനകത്ത് എന്ത് നടക്കുന്ന കാണാൻ. അപ്പോൾ ഏണി വെച്ച് കയറാൻ പോലും ഒക്കാത്ത തരത്തിലുള്ള ഹൈറ്റിൽ മതിലാണ്. ഇപ്പോഴും പുന്നാവരാതുണ്ട്. അപ്പോൾ അവിടെ എന്താണ് നടക്കുന്നുള്ള കാര്യം കുട്ടി പറഞ്ഞ അറിവുണ്ട്. എങ്കിലും പോലീസ് ചെല്ലുമ്പോൾ അവിടുത്തെ ഒരു സാങ്കേതികമായിട്ടുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കയറാൻ പറ്റത്തില്ല. ഈ പട്ടികൾ 4 കൂടെ ഭയങ്കരമായി കുരച്ച് ബഹളം വെച്ച് നിൽക്കുകയാണ്. പിന്നെ ഈ ഒലക്ക പോലുള്ള വലിയ വടിയും അതുപോലെ സാധനമെല്ലാം പോലീസുകാർ കുറച്ച് പേര് വന്നിട്ട് അതിനെ അവരുടെ റിസ്ക് ചെയ്തിട്ട് അവരതിനെ അടിച്ച് പായിച്ച് അടിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ മുഖത്തൊക്കെ അടിച്ച് മാറ്റി പേടിപ്പിച്ച് മാറ്റിയതിന് ശേഷമാണ് പോലീസ് കയറി ചെന്നപ്പോൾ ഈ കിണറ്റിനകത്ത് നോക്കിയപ്പോൾ ഇരുട്ടാണ്. അപ്പോഴത്തേന് ഫയർഫോഴ്സും വന്നിട്ട് ലൈറ്റ് അടിച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി കമന്ന് കിടക്കുന്നു, ചലനമില്ല, വെള്ളമൊന്നും അനങ്ങുന്നില്ല. അപ്പോൾ ഡെത്താണെന്ന് അവർക്ക് മനസ്സിലായി. അത് കഴിഞ്ഞ് അതെല്ലാം കയറി നോക്കിയതിന് ശേഷം വെളിയിൽ വന്നിട്ടാണ് ഈ മകനെ, സാന്ദ്രയുടെ സഹോദരനെ, പോലീസ് വിളിച്ചിട്ട് അവനെ സമാധാനിപ്പിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവൻ പറയുന്നതാണ് പിന്നത്തെ കേസ്. അതാണ് കേസ് ടെസ്റ്റ്. ഈ സാന്ദ്രയുടെ അച്ഛൻ ഫെർണാണ്ടസ് എന്ന് പറയും. ഇവർ ആംഗ്ലോ ഇന്ത്യൻസ് ആണ്. കൊച്ചി സിറ്റിയാണ് അവരുടെ സ്വദേശം. അപ്പോൾ ഈ പുന്നാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ഇങ്ങനെ വീട് വെച്ചിട്ട് ഇദ്ദേഹം വെളി രാജ്യത്താണ്, ഗൾഫിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ സാന്ദ്രയുടെ അമ്മ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് പോയി. അപ്പോൾ അവർക്ക് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യം ഉണ്ടെന്ന് എവിടെയാണെന്നൊന്നും ആർക്കും അതേവരെ ഒരു ചിത്രത്തിലില്ല. അപ്പോൾ ഈ കുട്ടികൾ ഒറ്റയ്ക്കായി. സാന്ദ്രയും അനിയനും കുഞ്ഞാണ്. സാന്ദ്രയ്ക്ക് 17 വയസ്സേ ഉള്ളൂ, സുന്ദരിയായ കുഞ്ഞാണ്. അപ്പോൾ ആ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി ആണ് ഇദ്ദേഹം ഒരു വലിയ മതിലവിടെ കെട്ടുന്നത്. ആരും പബ്ലിക്കൊന്നും അങ്ങോട്ട് പോകരുത്, ശല്യം ഉണ്ടാവരുത്, കള്ളം കയറരുത്. അങ്ങനെ ആ ഉദ്ദേശത്തിലാണ് പുള്ളി ഇത്രയും ഹൈറ്റുള്ള ഈ മതിലൊക്കെ ചെയ്ത് വെക്കുന്നത്. രണ്ടാമത് 2 അനിയന്മാരെ കൊച്ചിയിലുള്ള ഇരട്ട പറ്റതുപോലെ തോന്നിക്കും, 2 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. ഇവരെ ഒന്ന് ഈ വീട്ടിലേക്ക് ഇവരുടെ സംരക്ഷണത്തിനായിട്ട് ഈ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥന്മാരെ പോലെ ചിലവെല്ലാം കൊടുത്ത് ഇവരുടെ കാര്യമെല്ലാം നോക്കി അവിടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഫെർണാണ്ടസിൻ്റെ അച്ഛൻ രണ്ടാമത് കിട്ടിയ സ്ത്രീയിലുള്ള മക്കളാണ് ഈ പ്രതികളായിട്ടുള്ള. പിന്നെ അതിൽ അനിയന്മാർക്ക് പട്ടികളുണ്ട്. പട്ടികളെന്ന് പറഞ്ഞാൽ ഏറ്റവും ഭീകരജീവികളാണ്. അതിനെ ഈ എല്ലാവർക്കും ഒന്നും അതിനെ കൈകാര്യം ചെയ്യാനും ഒന്നും പറ്റത്തില്ല. ഒരാൾക്ക് മാത്രമേ പട്ടികളായിട്ടുള്ള അടുപ്പമുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്ക് നേരത്തെ ഫാമിലിപരമായിട്ട് പ്രശ്നമുണ്ട്. അതായത് ഈ ഫെർണാണ്ടസ് എന്ന് പറയുന്ന സാന്ദ്രയുടെ അച്ഛൻ്റെ അനിയന്മാരുടെ അമ്മ
അതായത് ഫെർണാണ്ടസിൻ്റെ കുഞ്ഞമ്മ, അവർ ഇവരെ വിട്ടുപോയത്, പിണങ്ങിപ്പോയിട്ടുണ്ട്. അതിൻ്റെ കാരണം സാന്ദ്രയാണ് എന്ന് ആരോപിച്ച് ഇടയ്ക്കിടയ്ക്ക് അവിടെ വഴക്കുണ്ട്. അത് ഇൻറ്റേണലാണ്, ഇത് പുറത്താർക്കും അറിയത്തില്ല. ആ വഴക്കിനിടയിൽ ഒരു ദിവസം ഈ പർട്ടിക്കുലർ ഡേയിൽ അവർ ടേബിളിൽ, ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവർ തെറി പറഞ്ഞു, ഈ ചിറ്റവന്മാർ തെറി പറഞ്ഞപ്പം ഒരു ചേച്ചി അവിടെ, അവർക്ക് ഒരു 22-24 വയസ്സിനകത്തുള്ളവരാണ്. അപ്പോൾ തെറി പറഞ്ഞപ്പോൾ മലയാളത്തിലാണ് തെറി പറഞ്ഞത്. ഇവർ ഇംഗ്ലീഷ് പറയുന്ന മെയിൻ ലാംഗ്വേജ് അവർക്ക് ഇംഗ്ലീഷാണ്, ആംഗ്ലോ ഇന്ത്യൻസ് ആയിട്ട്. അപ്പോൾ സാന്ദ്ര പറഞ്ഞു, ചേച്ചി വിലക്കാരി ചേച്ചി അവിടെ നിന്നുണ്ട്, പ്രായമുള്ളവരാണ്, ചേച്ചി കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ പുറത്തെ ആൾക്കാർ കേൾക്കും, തെറി പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇത് ഇംഗ്ലീഷിൽ പറയാൻ പറഞ്ഞു. അങ്ങനെ തർക്കം ഉണ്ടായി. ഇയാൾ ഒരു കത്തി, ടേബിളിലൊരു കത്തി കിടപ്പുണ്ടായിരുന്നു. ആ കത്തി എടുത്തിട്ട് ഈ സാന്ദ്രയുടെ പിള്ളയ്ക്ക് കുത്തി വെച്ചിട്ട്, കുത്തി കയറ്റിയില്ല, കുത്തി വെച്ച് ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, മലയാളത്തിൽ പറഞ്ഞാൽ എന്താ അതിന് കുഴപ്പം, മലയാളം മറ്റേ നീ കാരണമാണ് ഞങ്ങളുടെ അമ്മ പോയെ എന്നും മറ്റുമെല്ലാം പറഞ്ഞ് സാന്ദ്ര അതിന് നല്ല രീതിയിൽ പ്രതികരിച്ച്, ഇവർക്കെതിരെ നല്ല രീതിയിൽ പ്രതികരിച്ച് വാഗ്വാദമായി. ക്ലൈമാക്സിലെത്തിയപ്പോഴത്തേന് അടിയും ഗുസ്തിയാക്കിയപ്പോൾ ഇവർ ഓടി ചെന്ന് സാന്ദ്രയും ഈ മോനും കൂടെ ചെന്നിട്ട് അവിടുത്തെ സ്റ്റോർ റൂമിൽ കയറി ഒളിച്ചിരുന്നു. ഈ സമയത്ത് ഈ ഇവന്മാർ പോയിട്ട് ഈ അവിടുത്തെ ഗ്യാസ് ഓപ്പൺ ചെയ്ത് തീയിട്ട്. അപ്പോൾ ഈ ഡോറൊന്നുമില്ല വീടിന്, ഒരു ബെഡ്റൂമിനും ഡോറില്ല. അതാണ് വീടിൻ്റെ ഒരു പ്രത്യേകത. എൽ ഷേപ്പിൽ ഇങ്ങനെ കൊട്ടാര സമാനമായിട്ടുള്ള മതിലിൻ്റെ നടുക്കുള്ള എൽ ഷേപ്പിലുള്ള വീടിൽ ഒരു വാതിലില്ലാത്ത, അപ്പോൾ എല്ലാ മുറിയിലേക്കും തീ ആളിപ്പടന്ന് കത്തി. അതാണ് വെളിയിൽ ആൾക്കാരിത് കാണുന്നത്, തീ വരുന്നത്. അപ്പോൾ തീ കാരണം അവർക്ക് പിന്നെ അവിടെ രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ലാത്തതിൻ്റെ അവർ വെളിയിൽ ചാടിയപ്പോൾ യുവമാർ വന്നിട്ട് ഈ 4 പട്ടികളെ അയച്ചു വിട്ടു. പട്ടികളെ അപ്പം ആ സമയത്ത് ഈ സാന്ദ്ര ഈ വീടിൻ്റെ ഒരു കോർണറിൽ ഒരു വൃത്താകൃതിയിലൊരു കിണർ, അതിൻ്റെ ഫുൾ സർക്കിളല്ല, ആ മൂലയ്ക്കായതുകൊണ്ട് ഒരു പകുതി അവിടെ ഒരു തൂണുണ്ട്. ആ മതിലിൻ്റെയും തൂണിൻ്റെ ഇടയ്ക്ക് ഒരു സ്പേസ് ഉണ്ട്, ഒരാൾക്ക് കയറി നിൽക്കാം. സാന്ദ്ര ഈ പട്ടിയെ തുറന്നു വിട്ടുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി വിറച്ച് പതുങ്ങിയിരിക്കുകയാണ്. ഈ മോൻ യഥാർത്ഥത്തിൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നു സാന്ദ്ര അവനെ എടുത്ത് മതിലിൻ്റെ മുകളിൽ വെച്ചാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നത്. അവനും അറിയത്തില്ലെന്നാണ് പറയുന്നത്. അത് ഇപ്പോഴും ഒരു 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 വല്ലാത്തൊരു ഇൻസിഡൻ്റായിട്ട് നിൽക്കുകയാണ്. അതിന് ഉത്തരം കിട്ടുന്നില്ല. അവനും ഓർക്കാം, അവന് വെള്ളത്തിനകത്തായിരിക്കും. സാന്ദ്ര ചോദിക്കാൻ സാന്ദ്ര മരിച്ചും പോയി. ഈ ചേച്ചി അപ്പുറത്തൊരു സ്ഥലത്ത്, കിട്ടിയ ഒരു സ്ഥലത്ത് അവരും പോയി ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ യുവമാർ സാന്ദ്രയെ കാണുന്നു. അതിൽ ഒരാൾ ചെന്നിട്ട് കത്താളെടുത്ത് വെട്ടത്തി എടുത്തുകൊണ്ട് വന്നിട്ട് ഈ സാന്ദ്രയുടെ ഈ തലയുടെ പുറകിലായിട്ട് ഒരു വെട്ട് വെട്ടിയതിന് ശേഷം പിടിച്ച് ചവിട്ടി തള്ളി. നല്ല ആഴമുള്ള കിണറാണ്, കിണറ്റിലും കിട്ടും. അപ്പോൾ രക്ഷപ്പെടാനും ഒരു മാർഗ്ഗമില്ല. അവിടെ ആ കഥ തീർന്നു. പിന്നെയാണ് വെളിയിൽ ഈ മകൻ്റെ കഥയിലേക്ക് ചെല്ലുന്നത്. അങ്ങനെ സാന്ദ്ര കിണറ്റി മരിച്ചു കിടക്കുന്നു. പല കഥകളും അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ആ കൊച്ചിൻ്റെ മൊഴി നിർണായകമായിട്ട് മൊഴിയായിട്ട് മാറുകയാണ്. ഒരു ദൈവദൂതനെ പോലെ ആരോ പേടിച്ച് അവൻ മതിലേക്ക് കയറ്റുന്നു. അതിനുശേഷം നാട്ടുകാരോട് ആ ഞെട്ടി സത്യം പറയുകയാണ്. അങ്ങനെ ഒരു ജീവൻ ആ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോഴും സാന്ദ്രയുടെ മരണം പിടികിട്ടാത്തൊരു ഉത്തരമായിട്ട് മാറിയാണ് അല്ലേ? എന്താ സംഭവിച്ചത്? പല കഥകളും അവർക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു. ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി അവർ പല സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കുട്ടി ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് വീട്ടുവേലക്കാരിയാണ്. അവർ എല്ലാം ആദ്യം മുതൽ അവസാനം വരെ കാണുകയാണ്. പക്ഷെ അവർക്ക് പിന്നെ വെട്ടുന്നതും കിണറ്റിൽ തള്ളിയിടുന്നതൊന്നും അവർക്ക് കാണാൻ പറ്റുന്നില്ല. അവർ പിന്നെ കേട്ടറിയുന്നേ ഉള്ളൂ. പക്ഷേ അതുവരെയുള്ള സംഭവങ്ങൾ അവർ കൃത്യമായിട്ട് കാണുന്നുണ്ട്. കുട്ടി ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. അതിനകത്ത് ഉള്ളത് ഇവൻ ഈ മതിലിൻ്റെ മുകളിൽ കയറിയത് എങ്ങനെയാണെന്നുള്ളതും, അതിനകത്ത് നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരാൾക്ക് പോലും അത് പരീക്ഷണാർത്ഥം നമ്മൾ നോക്കിയിട്ട് പറ്റുന്നില്ല കയറാൻ. മാത്രമല്ല അതിൻ്റെ മുകളിൽ ആണി തറച്ചിട്ടുണ്ട്. അതിന് മുകളിൽ ആ ആണിയിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഇനി ആ ആണി പിടിച്ച് കയറിയാൽ ആണി അടന്നു വരും. അപ്പം നമ്മൾ നോക്കിയത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു അങ്ങനത്തെ നിൽക്കുകയാണ്. ഇതിനെ ശരിക്കും കൗണ്ടറായിട്ട് ഒരുപാട് പേരുമില്ല. ഇപ്പം ഈ സാന്ദ്ര വഴിതെറ്റി നടക്കുന്ന പെണ്ണാന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ കൊണ്ടുവരാമായിരുന്നല്ലോ. സാന്ദ്രയെ മറ്റെന്തോ ഒരു പഠിക്കുന്ന +1 ആണ്ടായിരുന്നു അന്ന്. പഠിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ഡീറ്റെയിൽസ് കിട്ടുന്നതിനായിട്ട് ഒരു നെയ്യാറ്റിൻകരയുള്ളൊരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യൻ ഇവർ കഥയിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവർ ലവ് അഫെയർ ആയിരുന്നു. അതവന് അതിനോട് യോജിക്കാതെ വന്നപ്പോഴത്തേക്ക് അവനും അവൻ്റെ ആൾക്കാരോട് നെയ്യാറ്റിൻകരയിൽ നിന്ന് ആളെ കൊണ്ടുവന്നിട്ട് ഈ ഭീകരമായിട്ടുള്ള ഒരു രംഗമുണ്ടാക്കി കൊലപാതകം ചെയ്ത് അവർ പോയതാണ്. ഞങ്ങൾ പിന്നെ ഒന്നും ചെയ്യാമതായിപ്പോയി എന്ന് അവർ ഇന്നസെൻസ് ആയിട്ട് ഉള്ള രീതിയിൽ ഒരു ഡിഫൻസ് എടുത്തായിരുന്നു. പക്ഷേ അതിന് നമ്മൾ അവനായിട്ടുള്ള ഫോൺ കോൾ ഡീറ്റെയിൽസൊക്കെ എടുക്കുകയും
അതിനകത്ത് അവൻ്റെ കോണ്ടാക്റ്റിനകത്ത് അങ്ങനെ ഒരു വേണ്ടാത്ത റിലേഷൻ അവർ തമ്മിലില്ല, ഒരു ഫ്രണ്ട്സ് മാത്രമായിരുന്നു. പഠിക്കാൻ പോയ സ്ഥലത്ത് വെച്ച് എന്താ പരിചയപ്പെട്ട് കുറച്ച് സമയം മാത്രം പരിചയമുള്ളൊരു ഫ്രണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തെളിയിക്കുകയൊക്കെ ചെയ്തു. പിന്നെ പുന്നാവൂർ തന്നെ വേറൊരു സ്ത്രീ ഈ ഫെർണാണ്ടസ് ഗൾഫിൽ വെച്ച് പരിചയപ്പെട്ട് സാന്ദ്രയുടെ അച്ഛൻ ഫെർണാണ്ടസ് വേറൊരു സ്ത്രീയായിട്ട്, അപ്പോൾ അവർ അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെ ആൾക്കാർ ഈ സ്വത്തൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് കൊന്നതാണെന്നും പറഞ്ഞുകൊണ്ട് ആ കഥ ഉണ്ടാക്കി. അപ്പോൾ ഇവരായിട്ട് വിരോധത്തിന് കാരണമില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ കൊല്ലേണ്ട കാര്യമില്ല, ഞങ്ങളുടെ കുഞ്ഞല്ലേ, ഞങ്ങളുടെ ചേട്ടൻ സംരക്ഷിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന കുഞ്ഞിനെ ഞങ്ങളെന്തിനാ കൊല്ലുന്നുള്ള ആ ഒരു ഡിഫൻസാണ് എടുക്കുന്നത്. പിന്നെ ഈ റോഡ് വീലർ ഇറങ്ങിയിട്ട് ഇവരെ ദേഹത്ത് അള്ളിയിട്ടുണ്ട് പ്രതികളുടെ. അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടിയൊന്നും പറഞ്ഞില്ല. അപ്പോൾ മറ്റേവരുടെ ആക്രമണ സമയത്ത് ഞങ്ങളിങ്ങനെ പോയ വഴിക്ക് പറ്റിയതെന്നൊക്കെ പറഞ്ഞെങ്കിലും അത് FSL വഴി അവരെ വരുത്തിയിട്ട് അപ്പോഴേ ഈ പട്ടിയുടെയും ദേഹത്തുള്ള ഈ നെയിൽമാർക്കും എല്ലാം കൂടെ എടുത്തിട്ട് അത് ഈ റോഡ് വീലറിൻ്റെ നഖത്തിൽ നിന്ന് പറ്റിയാണെന്ന് പറഞ്ഞ് സ്കിന്നുമായിട്ട് കമ്പാരിസൺ നടത്തി അത് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ ആ രീതിയിൽ കേസ് കൊണ്ടുവരികയും അവസാനം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഈ ഒന്നാം പ്രതിയെ ഡെത്ത് പെനാൽറ്റിയും രണ്ടാമത്തെ ആൾ ലൈഫും കൊടുക്കുകയും തുടർന്ന് അവർ ഹൈക്കോടതി സുപ്രീം കോടതി വഴിയിട്ട് രണ്ടും ലൈഫ് ഇംപ്രസൺമെൻ്റ് ആക്കിയെടുക്കുകയും നിലവിൽ അവരിപ്പം നമ്മുടെ നെയ്യാർ ഡാമിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ ബേസിക് ഇവർക്ക് മോട്ടിവേഷൻ എന്താ കൊല്ലാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഇവരുടെ അമ്മ, അത് ഫെർണാണ്ടസിൻ്റെ കുഞ്ഞമ്മ അച്ഛൻ്റെ രണ്ടാമത്തെ ഭാര്യ. ഒരുപാട് ഡിസോർഡർ ഉണ്ട് ഈ റിലേഷൻസിൻ്റെ കാര്യത്തിൽ, ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. നമ്മൾ കാണുന്ന ഈ സാധാരണ ലൈഫിലുള്ള അച്ഛൻ അമ്മ മക്കൾ ആ റിലേഷൻസ് അല്ല, ആ നേരത്തെ ആ പരമ്പരയെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങുന്നുണ്ട്. ഈ ഫെർണാണ്ടസ് എന്ന് പറയുന്നയാളുടെ അച്ഛൻ തന്നെ 60 വയസ്സുള്ളപ്പോഴാണ് ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയെ വീണ്ടും കിട്ടുന്നത്. അപ്പോൾ ഫെർണാണ്ടസ് ഉണ്ട് ആദ്യ ഭാര്യയിൽ. അപ്പോൾ ആ രണ്ടാമത് കെട്ടിയ സ്ത്രീയിൽ നിന്നാണ് ഈ പ്രതികളാവുന്ന 2 പേരുണ്ടാകുന്നത്. അവർ ചിറ്റവന്മാരാണ്, ഫെർണാണ്ടസിൻ്റെ കുഞ്ഞമ്മയുടെ മക്കളായിട്ട് വരും. അപ്പോൾ അവരെ അമ്മ സാന്ദ്ര മുഖാന്തരം പിണങ്ങിപ്പോയി, അവരില്ല. അപ്പോൾ അവർക്ക് അവരുടെ അമ്മയില്ല. അവരുടെ അമ്മയെ കൊണ്ട് സ്വാതന്ത്ര്യമായിട്ട് അവർക്ക് ഈ വീട്ടിൽ മറ്റേ ആളുടെ സംരക്ഷണം കഴിയാൻ പറ്റുന്നില്ല. അതിൻ്റെ ഒരു വൈരാഗ്യമുണ്ട്, ആ വൈരാഗ്യമുണ്ട്. പിന്നെ സ്വത്തിൻ്റെ ഒക്കെ കാണുമായിരിക്കും, അതിനകത്ത് എന്തെങ്കിലും പൈസ ഉണ്ടായിരിക്കും, ഒരുപാട് പൈസയൊക്കെ ഉള്ള ഉണ്ട്, അതെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്നുള്ള ആ പീരീഡിൽ എനിക്ക് തോന്നുന്നത് ഈ കുട്ടിയും സാന്ദ്രയെ പോലെ മരണപ്പെടും. കാരണം അവനൊരു സാക്ഷിയായിട്ട് വരുമെന്നും അവർക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ ആ തരത്തിൽ അവനെ കൊല്ലാൻ അത്ര കാര്യമൊന്നുമില്ല, പൊടി കുഞ്ഞാണ്, അവനെയും വക വരുത്തുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ചിലപ്പം അവരുടെ കഥ ശരിയായി കൊണ്ടുവരുന്ന സന്ദർഭങ്ങളുണ്ടാവും. എന്നിട്ട് ഈ കോടതി സമയത്തൊക്കെ അവനെ വിസ്തരിച്ചപ്പോൾ നല്ല മണി പോലെ പറഞ്ഞു, കൃത്യമായിട്ട് പറഞ്ഞ് നമ്മൾ 164 സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുമ്പം ജനങ്ങൾ അറിയേണ്ടുന്നൊരു സംഭവം, ഒരു കേസിലും ഇതുപോലെ ശക്തമായിട്ട് സാക്ഷികൾ പറഞ്ഞൊരു കേസില്ല. കേസ് ശിക്ഷിക്കാനുള്ള ഒരു കാരണം അതാണ്. ആ പരിസരവാസികൾ ഒന്നടങ്കം നമ്മുടെ വീട്ടിലെ ഒരു കുഞ്ഞാണ് മരിച്ചെന്നുള്ള, അത് വേറെ ഒരു കുട്ടിയാണെന്നുള്ള ഒരു മനോഭാവത്തിലല്ല. നമ്മുടെ വീട്ടിലെ കുഞ്ഞിനെ ഇത്രയും നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തി കളഞ്ഞല്ലോ എന്നുള്ളൊരു ആ ഒരു വാശി, അതിന് പ്രോസിക്യൂഷനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അപ്പോൾ ഇത് ഇത്ര സാറിൻ്റെ മനസ്സിൽ നിൽക്കാനുള്ള കാരണം എന്താ? ഇത്രയും നാളായിട്ടത് ഈ ഹോണ്ടിയുള്ള കാരണം എന്താ? ഈ കഥ നിങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ ഈ ഹോണ്ടി എന്ന് പറയാൻ വേറെ ഒരുപാട് കഥകളും അന്വേഷണം നടത്തിയിട്ടുള്ള കേസുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഈ സംഭവം എനിക്ക് തോന്നുന്നു മറ്റേ കേസിൽ ഇങ്ങനെ ഒരു സംഭവമില്ല. ഒരു അച്ഛൻ തൻ്റെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി താൻ സ്ഥലത്തില്ലാത്തപ്പം അമ്മയില്ലാത്ത കുട്ടികളെ, അമ്മ മാനസിക ഭ്രാന്തിയായിട്ട് എന്തോ വേറെ എവിടെയോ സ്ഥലത്ത് ഇപ്പോൾ ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു അച്ഛൻ ഈ ഒരു പക്വതയെത്താത്ത കുഞ്ഞുങ്ങളെ അവരുടെ സംരക്ഷണയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം അനിയന്മാരെ അവിടെ ചുമതലപ്പെടുന്നു. അപ്പോൾ ഏറ്റവും നല്ല സുരക്ഷിതമായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൂടാതെ ഈ മതിൽ ആരും കെട്ടാത്ത മതിൽ, നിങ്ങൾ പോയി നോക്കിയാൽ അറിയാം, ഇവിടെ ഇങ്ങനൊരു മതിൽ ആർക്കുമില്ല ഒരു വീടിന്. ഒരു ജയിലാന്നേ തോന്നുന്നു വെളിയിൽ നോക്കി. പട്ടികളും ഇതൊക്കെ ഇതിനകത്തൊരു ഒരു അപസർപ്പക നോവലിൽ കാണുന്നതിനൊക്കെയുള്ള ഒറിജിനലായിട്ട് ആരും വിശ്വസിക്കത്തില്ല. കൊലപാതകളായി ആ കുഞ്ഞുങ്ങളുടെ കാലന്മാരായി. അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞതിന്റെ ക്ലൈമാക്സ് ആണ്. കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഒരുത്തിനെ വിശ്വസിക്കാൻ പാടില്ല, അപ്പനെ വിശ്വസിക്കാൻ പാടില്ല, സഹോദരങ്ങളെ പോലും വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെയാണ് ഈ കഥയുടെ. വെളിയിൽ നിന്ന് ആരും വന്നൊന്നും ചെയ്തിട്ടില്ല. വെളിയിലുള്ളവരെല്ലാം നല്ലവരായിരുന്നു, നല്ല ഗ്രാമത്തിലെ സാധാരണ പച്ച മനുഷ്യരാണ്. അവരെ ഭയന്നാണ് ഇയാൾ ഈ മതിലെല്ലാം കെട്ടി
ഒരു സിനിമ കാണുന്ന പോലെ എൻ്റെ മനസ്സിലായ വിഷ്വലുണ്ട്. ആ കുഞ്ഞുങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നു പിറക്കമായിരുന്നൊക്കെ വല്ലാത്തൊരു ഭീതിജനകമായിട്ടുള്ള. അതുകൊണ്ടാണ് ഈ സ്റ്റോറി പറഞ്ഞത്, ഈ ക്രൈം തന്നെ പറഞ്ഞതിന്റെ കാരണം അതാണ്. എന്തായാലും താങ്ക് യു സാർ, നല്ലൊരു സ്റ്റോറി പറഞ്ഞതിന് നന്ദി. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ സാറ് പറഞ്ഞതനുസരിച്ച് വെക്കുവാണെങ്കിൽ ഇപ്പോഴും ആ മുഖങ്ങൾ നമ്മൾ വേട്ടയാടുന്ന വർഷങ്ങൾ കഴിഞ്ഞിട്ട്. അപ്പോൾ ഒരാളെ നമ്മൾ വിശ്വസിക്കരുത്. നമ്മുടെ വീട്ടിൽ വരുന്ന അപരിചിതരെ തീർച്ചയായിട്ടും സംശയത്തോടെ കാണുക. അച്ഛനെയായാലും അമ്മയായാലും നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. നമ്മുടെ അച്ഛനെയും അമ്മയും വിശ്വസിക്കേണ്ട എന്നല്ല പറയുന്നത്, അത്രത്തോളം അവിശ്വസനീയമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. സംരക്ഷകരാവേണ്ട ആ സഹോദരങ്ങൾ ആ കുഞ്ഞിനെ കൊന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതം. എന്തായാലും ഈ എപ്പിസോഡ് എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമായെന്ന് വരുന്നു. ഇനി മറ്റൊരു കേസ് അന്വേഷണത്തിൻ്റെ അറിയാത്ത കഥയുമായി വീണ്ടും ഞാനെത്തും. അതുവരേക്കും